ഇറാനിലുള്ള ഷിയ മുല്ലാസ്, അതായത് ക്ലർജീസ്, ഇസ്ലാമിക ഷിയ മതവിഭാഗങ്ങളുടെ ക്ലർജീസ്, മതപണ്ഡിതന്മാരെന്ന് പറയും. അതായത് നമ്മൾ പറയുക സമസ്ത പണ്ഡിതൻ, അതേപോലെ തന്നെ ഷിയ മുസ്ലിങ്ങളുടെ മതപണ്ഡിതന്മാർക്ക് ഇറാൻ്റെ ടെഹ്റാൻ തെരുവുകളിൽ ഇറങ്ങാൻ ഭയമായി. ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്നു, അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവർ ആ തലപ്പാവില്ലേ, മറ്റേ ടർബൻ, അത് വെച്ചുകൊണ്ട് പോകും, പുറകിൽ നിന്ന് ആൾ വരുന്നു, ചെറുപ്പക്കാരെ തട്ടിപുര കളയുന്നു. അപ്പോൾ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പല കേസുകളായിട്ട് പോലീസ് പറഞ്ഞു, നിങ്ങൾ പരമാവധി ഈ ടർബനും ഈ വസ്ത്രവും ഒഴിവാക്കുക. കാരണം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള ഇവർക്കെതിരെ കേസെടുക്കണം. കാരണം അവിടെ പ്രതിഷേധം ശക്തമായിട്ട് അങ്ങ് പോവുക. അതായത് വീണ്ടും ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നീക്കുകയാണ്. മനസ്സിലാക്കുക, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാനിൽ ഷിയ പണ്ഡിതന്മാര്, ക്ലർജീസ് തെരുവിലിറങ്ങാൻ ഭയം. അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ നിങ്ങൾ കണ്ടു, ഞാനൊരു വീഡിയോ ചെയ്ത് 2ഓളം പേരെ ഇറാനിയൻ ജഡ്ജസിനെ വെടിവെച്ചു കൊന്നു. പുതിയ വാർത്ത വരുന്നു, അതിൻ്റെ അപ്ഡേറ്റ് വരുന്നു. അവിടെ സുപ്രീം കോടതി ജോലി ഉണ്ടായിരുന്ന ഒരുത്തിനാണ് വെടിവെച്ച് കൊന്നത്. കോർട്ടിനകത്ത് വെച്ചാണ് വെടിവെച്ച് കൊന്നതെന്ന് മറ്റൊരു വാർത്ത വരുന്നു. അതായത് കോടതിക്കകത്ത് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ പിസ്റ്റൾ എടുത്തിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നതെന്ന് പറയുന്നു. അത് കൺഫർമേഷൻ വരുന്നില്ല. കാരണം അതേപോലെ ഒരു കോർട്ട് കോംപ്ലക്സിനകത്ത് വെപ്പണുമായിട്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ ആരാണ് വെടിവെച്ചത്? അതോടുകൂടി മറ്റൊരു സംഭവം ഉണ്ടായി. അവിടെ ലോവർ കോർട്ടിലുള്ള ജഡ്ജസിന് പോലും ജഡ്ജിയാന്ന് പറഞ്ഞാൽ അവരാ കാറുകൾ പോലും ഉപേക്ഷിക്കുക. ആരും പറയുന്നില്ല. അവരുടെ നെയിം ബോർഡ് എടുത്ത് മാറ്റി, പേടിച്ച്. എപ്പോഴാണ് അവരെ വെടിവെക്കുന്ന പേടിയായി. അതായത് ഇറാൻ മാറിയെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞപ്പോൾ കേരളത്തിലെ സുഡു കുഞ്ഞുങ്ങളും പലരും വിശ്വസിച്ചില്ല. ഇന്ന് ഇറാനിൽ ആലോചിച്ച് നോക്കുക, അവിടെ മുഴുവൻ സെക്ടറിയൻ ഡിക്റ്റേറ്റർ ഭരണം നടത്തിയ മതഭീകരത, അതായത് ഇരുമ്പ് മറ പോലെ ഭരണം നടത്തിയ ഇറാനിൽ അവിടെ അവരുടെ ആൾക്കാർക്ക്, അതായത് ഷിയ മുസ്ലിമിൻ്റെ ക്ലർജീസ്, മുല്ലാസ്, അവർക്ക് പുറത്തിറങ്ങാൻ പേടിയെന്ന് വെച്ചാൽ അവരെ അങ്ങ് അവഹേളിക്കുകയാണ്. പല ആൾക്കാരും വസ്ത്രം മാറാൻ തുടങ്ങി. കാരണം നോർമൽ വസ്ത്രത്തിലോട്ട് പോകാൻ തുടങ്ങി, പേടിച്ചിട്ട്. എപ്പോഴാണ് അടി കിട്ടുന്നത് പറയാൻ പറ്റത്തില്ല. കാരണം പോലീസ് പൂർണ്ണമായിട്ടും പറഞ്ഞു അവരെ കൊണ്ട് ഇടപെടാൻ പറ്റില്ല. കാരണം അവരിടപെട്ട് കഴിഞ്ഞാൽ വലിയൊരു പ്രതിഷേധം വീണ്ടും ഉണ്ടാവുക. അതുകൊണ്ട് അവരോട് പരമാവധി ഒതുങ്ങിക്കഴിയാൻ പറഞ്ഞു. നീ മനസ്സിലാക്കുക, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം വളരെ ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. കാരണം ലോകത്തുണ്ടാകുന്ന പല ചേഞ്ചുകളും കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കുക, ഇത് ഇറാൻ്റെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും മുല്ലകളുടെ ഈ ടർബൻ തട്ടിക്കളയുന്നതാണ്. പിടിച്ചവരുടെ വസ്ത്രം ഊരുന്നു, അതായത് നോർമൽ വസ്ത്രത്തിലോട്ട് പോകാൻ പറയുന്നു. മനസ്സിലായി, ഇതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ചേഞ്ച് ഉറപ്പായിട്ട് കേരളത്തിൽ കയറി അടിക്കും. ഈ സുഡു കുഞ്ഞുങ്ങളെ മത തീവ്രവാദികളായിട്ട് നടക്കുന്നവർക്ക് അടി കിട്ടും, ഉറപ്പായിട്ട് അടി കിട്ടും. ഈ മറ്റുള്ള ആൾക്കാർ ഇത് കാണുമല്ലയോ, എത്രയൊന്നും പറഞ്ഞുകൊണ്ട് ഒരു സഹിക്കുന്നത്. എല്ലായിടത്തും സ്ത്രീകൾ ഇന്നതയുടെ ചാക്കിനകത്ത് കാരണം മുഴുവൻ അടിമ രീതിയിലല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷൻ നടന്ന് ഇതുപോലെ സ്ട്രിക്റ്റായിട്ട് മനുഷ്യ ജീവിതം വരെ നരകമാക്കി മാറ്റി. അതാണ് ഇറാനിലുണ്ടായത്. അതിൻ്റെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഇറാനിൽ സംഭവിക്കുന്നത്. അതിനവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ അവരുടെ കൂടെ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷന് കൂടെ നിൽക്കുന്നു, ഈ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൽ ഷിയ പള്ളികളിൽ ആൾക്കാർ പോകുന്നില്ല. ഇത് ഞാൻ പറയുന്നില്ല, റിപ്പോർട്ട് വായിച്ച് നോക്ക്. പള്ളികളിൽ ആൾ പോകുന്നില്ല. അതായത് പള്ളിയിനകത്ത് വലിയ പള്ളികളൊക്കെ ഉണ്ട്, അതിനകത്ത് ആളുമില്ല. അവിടെ ഈ പറയുന്ന പ്രധാന പുരോഹിതൻ അയാൾ വന്ന് അവിടെ ഇരിക്കുന്ന ആളുകളില്ല, പ്രാർത്ഥിക്കാൻ ആളില്ല. വെള്ളിയാഴ്ച ഇറാനിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അയാൾ ഈ പറയുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുന്നുണ്ട്, വരിക. ആരും പോകുന്നില്ല. ചില ആൾക്കാർക്ക് പേടിയുണ്ട്, പോയി കഴിഞ്ഞാൽ മറ്റുള്ളത് കാണുമെന്നുള്ള പേടി. അതായത് നേരെ തിരിഞ്ഞു പറഞ്ഞു. ഇതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ലോകം മാറും. ആരും പ്രതീക്ഷിച്ചില്ല. കാരണം 2 സുപ്രീം കോടതി സീനിയർ ജഡ്ജസിനെ വെടിവെച്ച് കഴിയുമ്പോൾ ജഡ്ജസിന് പേടിയായി. ഈ കുപ്പായൊക്കെ ഇട്ട് താടിയൊക്കെ ഇട്ട് അവർക്ക് പേടിയായി. പല ആൾക്കാരെ ഷേവ് ചെയ്യാൻ തുടങ്ങി പേടിച്ചിട്ട്. ഇത് ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് റിപ്പോർട്ടുകളുണ്ട്, എടുത്ത് വായിച്ചു നോക്കുക. പല ആൾക്കാരെ ഷേവ് ചെയ്ത് ടർബനൊക്കെ മാറ്റി പേടിച്ചിട്ട്. കാരണം എപ്പോഴും അടി, കാരണം അവഹേളനമാണ്. അതേപോലെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായ സംഭവം, അവിടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്, കോഴ്സുകൾ.
അത് പഠിക്കാൻ പിള്ളേർ മുഴുവനും വിഡ്രോ ചെയ്തു. അതേപോലെ അവിടെ പഠിപ്പിക്കാൻ വരുന്ന പല അധ്യാപകർ ഈ ടർബനൊക്കെ വെച്ച് പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരുടെ പല വിഷയങ്ങൾ, കാരണം ഒരു മതവിശ്വാസികളാണ്. അവർക്കും അവിടുത്തെ കുട്ടികൾ താക്കീത് കൊടുത്തു. ഈ വസ്ത്രം ഇട്ടിനി മേലായിലൂടെ വന്നു പോകരുത്. ആലോചിച്ച് നോക്കുക, മാസ അമീനയുടെ ഇഷ്യൂ അവിടുന്ന് എത്രമാത്രം ചേഞ്ചായി. അതായത് മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ മതം വെച്ച്, മത തീവ്രത വെച്ച്, മതഭീകരത വെച്ച്, മതത്തിൻ്റെ ഇരുമ്പ് പറ വെച്ച് നിങ്ങൾക്കൊരു കുറച്ച് നാൾ പോകാൻ പറ്റില്ല. അതെല്ലാം കണ്ടിട്ടാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ ഇത് മുഴുവൻ എടുത്ത് കളയാൻ തീരുമാനിച്ചത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് അയാൾ ചെയ്തതൊന്നുമല്ല. കാരണം അയാൾക്കറിയാം ഇത് അവിടെ അടി കിട്ടും. കാരണം മത തീവ്രത വെച്ചാൽ ആ രാജ്യത്തെ നശിപ്പിക്കും. മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാം തന്നെ ഇല്ലാതായിപ്പോവും. ഞാൻ ഈ ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പം അത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ് ഇസ്ലാമിന് അടി കിട്ടും. അപ്പോൾ പല ആൾക്കാർ ഇപ്പോഴായിട്ട് അടി പറയുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിടികിട്ടി എന്താണെന്ന്. കാരണം അറിയാം ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട റിലീജിയൻ ഏത് രീതിയിലാണ് മാറുന്നത്. അതായത് നിങ്ങളൊരു സംഭവം ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇതാണ് സംഭവം. നിങ്ങളൊരു സംഭവം ഓപ്പൺ ചെയ്ത് കൊടുത്ത് പറയുന്നത് ഞങ്ങൾ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സംഭവം കണ്ട ഒരാൾക്ക്, ലോകത്തിൻ്റെ എന്താണ് ഡിജിറ്റൽ ലോകം കണ്ട ഒരാൾ പിന്നെ തിരിച്ചവൻ അന്ധകാരത്തിൽ പോകുമോ? ഇത് മനുഷ്യനാണ്. അതായത് യന്ത്ര മനുഷ്യരൊന്നും അല്ല. കാരണം ഡിജിറ്റൽ ലോകം എന്ന് പറയുന്ന ലോകത്തെ തുറന്നു കാണിച്ചു. അതാണ് ഡിജിറ്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഡിജിറ്റൽ റെവല്യൂഷൻ കണ്ട ഒരാൾക്ക് ലോകത്ത് എന്താണ് നടക്കുന്നത്, എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, അവൻ മനുഷ്യനാണെന്നൊരു ധാരണ അവനിലുണ്ടാകും. പിന്നീട് ആ മതവും പുല്ലും എല്ലാം വലിച്ച് ദൂരെ കളയും. അത് കേരളത്തിലെ സുഡു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. അതാണ് ഉണ്ടായത്. കേരളത്തിലെ സ്ത്രീകൾ, എസ്പെഷ്യലി ഈ പറയുന്ന മിനി പാകിസ്ഥാനിലെ സ്ത്രീകൾ, അവർ വന്നു കഴിയുമ്പം, അവരങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും കേരളത്തിലെ മിനി പാകിസ്ഥാൻ ഇല്ലാതാക്കും. ഇവന്മാരെയൊക്കെ അടിച്ചു ഓടിക്കും. അതാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ കാരണം കേരളത്തിലെ മലബാർ ആ ഭാഗത്തെ പെൺകുട്ടികളെ പഠിച്ചൊരു ലെവലിലെത്തി കഴിയുമ്പോൾ, അവരെ സ്ട്രെങ്തൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം അവരെ ഫ്രീഡം ആവശ്യപ്പെടും. രണ്ടാമത് സംഭവം എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന മുല്ലകളെല്ലാം അടിച്ചങ്ങ് ഓടിക്കും. കാരണം സ്ട്രിക്റ്റും അതും മഹലിനകത്ത് കയറി പറയുന്ന എം ഡി ഉസ്താദ് ഇവരുടെയൊക്കെ വെടി തീർത്ത് കളയും. പിന്നെ ലീഗിൻ്റെയൊക്കെ നാശകോടാലിയ ഉണ്ടാകാൻ പോകുന്നത് ഞാനിത് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. അതോടുകൂടി മിനി പാകിസ്ഥാൻ കേരളത്തിലില്ലാതായി മാറും. അതാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ ഇതിൻ്റെ മാറ്റം കയറി കേരളത്തിലടിക്കും. ഇറാനിൽ തുടങ്ങി സൗദി അറേബ്യ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കേരളത്തിൽ വരാതിരിക്കൂ. കാരണം ഇവരെക്കാളും അത്ര എഡ്യൂക്കേറ്റഡ് പെൺകുട്ടികളുണ്ട് കേരളത്തിൽ. അവരിവരെയൊക്കെ ഓടിച്ചിട്ട് തല്ലത്തില്ലയോ, ഓടിക്കത്തില്ലയോ? ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി കേരളത്തിലെ സുഹൃത്തുക്കൾക്കുണ്ടായാൽ ഏറ്റവും നല്ലത്.